+1 ഫിസിക്സ് ആറാമത്തെ ചാപ്റ്റർ വർക്ക് എനർജി ആൻഡ് പവർ. ഈ ചാപ്റ്ററാണ് ഈ ക്ലാസ്സിൽ നാം ഇന്ന് റിവിഷൻ ചെയ്യുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. വർക്ക് എനർജി ആൻഡ് പവർ. ഈ ചാപ്റ്ററിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതും ഇത് തന്നെയാണ്. വർക്കിനെ കുറിച്ചും എനർജികളെ കുറിച്ചും പവറിനെ കുറിച്ചുമാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും അധികം നമുക്ക് പഠിക്കുവാനായിട്ട് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനുകളിലേക്ക് കടക്കാം. ഇന്ന് ഈ ചാപ്റ്ററിൽ നാം ആദ്യമായി പഠിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രണ്ട് പ്രോഡക്റ്റുകളുടെ പേരാണ്, സ്കെയിലാർ പ്രോഡക്റ്റും ഡോട്ട് പ്രോഡക്റ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചോദ്യങ്ങളാണ് ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡിഫൈൻ സ്കെയിലാർ പ്രോഡക്റ്റ് ഓർ ഡോട്ട് പ്രോഡക്റ്റ്. ടു വെക്ടേഴ്സ് എ ആൻഡ് ബി. രണ്ട് വെക്ടറുകളായ എയുടെയും ബിയുടെയും സ്കെയിലാർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയാണ് നമുക്ക് എഴുതാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എ ഡോട്ട് ബി രണ്ടും വെക്ടറുകളാണ്, ഈക്വൽ ടു എ ബി കോസ് തീറ്റ. ഈ തീറ്റ എന്ന് പറയുന്നത് ആ രണ്ട് വെക്ടറുകൾക്ക് ഇടയിലുണ്ടാകുന്ന ആംഗിൾ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു സ്കെയിലാർ പ്രോഡക്റ്റിനെ എ ബി എന്ന രണ്ട് വെക്ടറുകളുടെ സ്കെയിലാർ പ്രോഡക്റ്റ് നമുക്ക് എ ബി കോസ് തീറ്റ എന്ന രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. സം പ്രോപ്പർട്ടീസ് ഓഫ് ഡോട്ട് പ്രോഡക്റ്റ്. ഡോട്ട് പ്രോഡക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് ഇത്. നമുക്ക് രണ്ട് വെക്ടറുകൾ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരപ്പെടും. ഐ ഡോട്ട് ഐ ജെ ഡോട്ട് ജെ കെ ഡോട്ട് കെ ഈക്വൽ ടു 1 എന്ന രീതിയിലാണ്. അതുപോലെ ഐ ഡോട്ട് ജെ ജെ ഡോട്ട് കെ കെ ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. വെക്ടർ എ ഡോട്ട് വെക്ടർ എ എന്ന് പറയുന്നത് എ സ്ക്വയർ ആണ്. ഇത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഡിഫൈൻ വർക്ക്. എന്താണ് വർക്ക്? ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ഈസ് ഡിഫൈൻഡ് ടു ബി ദ പ്രോഡക്റ്റ് ഓഫ് കമ്പോണന്റ് ഓഫ് ദി ഫോഴ്സ് in the direction of the displacement and magnitude of this displacement. ഇതാണ് വർക്കിൻ്റെ ഡെഫിനിഷൻ. തീർച്ചയായും നാം പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ W is equal to F dot D എന്നെഴുതാം. ഇത് ഒരു സ്കെയിലാർ പ്രോഡക്റ്റ് ആണ്. കാരണം നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ കാണാം, ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഗുണനഫലമായിട്ടാണ് നമുക്ക് വർക്ക് ലഭിക്കുന്നത്. ഈ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും രണ്ടും വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. അതിൻ്റെ ഗുണനഫലമായി നമുക്ക് കിട്ടുന്ന വർക്ക് അത് ഒരു സ്കെയിലാറാണ്. അപ്പോൾ രണ്ട് വെക്ടറുകളുടെ പ്രോഡക്റ്റ് ആണ്, അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത് സ്കെയിലാറാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ സ്കെയിലാർ പ്രോഡക്റ്റ് അഥവാ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് നമുക്ക് വിളിക്കുവാൻ സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലാർ ദെൻ ദർ ഡോട്ട് പ്രോഡക്റ്റ് വിൽ ബി ഡാഷ്. അതായത് രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണ് എങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. എ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു എ ബി കോസ് 90 അല്ലേ, 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 0 നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ രണ്ട് വെക്ടറുകൾ പെർപെൻഡിക്കുലർ ആണ്, അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. നാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു ആൻസർ വെച്ചുകൊണ്ട് തന്നെ അടുത്ത ഒരു ആൻസർ നമുക്ക് ചെയ്യാവുന്നതാണ്. ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാവുന്നതാണ്. നോക്കൂ. റൈറ്റ് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ വർക്ക് ഡൺ ബൈ എ ബോഡി ഈസ് 0. അപ്പോൾ നാം പഠിച്ചു കഴിഞ്ഞു ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഗുണനഫലമായിട്ട് കിട്ടുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതാണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ വർക്ക് 0 ആണ് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുന്നത്? അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ നിന്ന് തന്നെ അറിയാം, ഒന്നുകിൽ ഫോഴ്സ് 0 ആവുകയാണെങ്കിൽ അത് വർക്ക് 0 ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആവുകയാണെങ്കിൽ വർക്ക് 0 ആയിരിക്കും. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് വർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇടയിലുള്ള ആംഗിൾ അവ 90 ഡിഗ്രി ആയാൽ W is equal to FD cos തീറ്റ എന്ന് ലഭിക്കും. ആ കോസ് തീറ്റയ്ക്ക് തീറ്റയിൽ നമ്മൾ 90 ഡിഗ്രി കൊടുത്താൽ അത് 0 ആകും അല്ലേ. അപ്പോൾ നമുക്ക് 3 പോയിന്റുകളാണ് ലഭിക്കുന്നത്. ഇത് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഏതൊക്കെയാണ് വർക്ക് 0 ആകുന്ന സിറ്റുവേഷൻ? അപ്പോൾ നമുക്ക് എഴുതാം. When the displacement is 0, when the force is 0, the force and displacement are mutually perpendicular. That is W is equal to FD cos 90, that is equal to 0. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Give an example for 0 work.
വർക്ക് സീറോ വർക്കുണ്ട്, പോസിറ്റീവ് വർക്കുണ്ട്, നെഗറ്റീവ് വർക്കുണ്ട്. അത് ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇടയിലുള്ള ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ സീറോ വർക്കിന് എക്സാമ്പിളാണ് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ആൻസറിലേക്ക്. വെൻ യു പുഷ് ഹാർഡ് അഗെയിൻസ്റ്റ് എ റിജിഡ് ബ്രിക്ക് വാൾ, ദ ഫോഴ്സ് യു എക്സേർട്ട് ഓൺ ദ വാൾ ഡസ് നോ വർക്ക്. വളരെ ദൃഢമായിട്ടുള്ള ഒരു ഭിത്തിയിലേക്ക് നാം ബലം പ്രയോഗിക്കുകയാണ്. അങ്ങനെ ബലം പ്രയോഗിക്കുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള വർക്ക് നടക്കുന്നില്ല. കാരണം ബലമുണ്ട്, പക്ഷേ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സീറോ വർക്കാണ്. ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എങ്കിൽ അതൊരു സീറോ വർക്ക് തന്നെയാണ്. അടുത്തൊരു ആൻസർ നോക്കാം. എ വെയ്റ്റ് ലിഫ്റ്റർ ഹോൾഡിംഗ് എ 150 കിലോഗ്രാം മാസ് സ്റ്റെഡിലി ഓൺ ഹിസ് ഷോൾഡർ ഫോർ 30 സെക്കൻഡ് ഡസ് നോ വർക്ക് ഓൺ ദ ലോഡ് ഡ്യൂറിങ് ദിസ് ടൈം. ഒരു വെയ്റ്റ് ലിഫ്റ്റർ 150 കിലോഗ്രാം ഭാരം 30 സെക്കൻഡ് സമയത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, അദ്ദേഹം എങ്ങോട്ടും ചലിക്കുന്നില്ല. അപ്പോൾ അവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് സീറോയാണ്. ഇതൊക്കെ സീറോ വർക്കിന് എക്സാമ്പിളുകളാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ പോസിറ്റീവ് വർക്ക്. ദ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫോളിംഗ് ബോഡി ഈസ് പോസിറ്റീവ് വർക്ക്. ഇതൊരു എക്സാമ്പിളാണ്, ഗുഡ് എക്സാമ്പിളാണ്, നാം ഓർത്തിരിക്കേണ്ടതാണ്. അടുത്തത് ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് വർക്ക്. ദ വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഈസ് നെഗറ്റീവ്, ദാറ്റ് ഈസ് കോസ് 180 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഓക്കെ, അടുത്തതായി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫൈൻഡ് ഔട്ട് ദ സൈൻ ഓഫ് ദി വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് കേസസ്. താഴെ കുറച്ച് കേസുകൾ തന്നിരിക്കുന്നു. അത് പോസിറ്റീവ് വർക്കാണോ നെഗറ്റീവ് വർക്കാണോ സീറോ വർക്കാണോ നാം ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. സീറോ വർക്കാണോ നെഗറ്റീവ് വർക്കാണോ പോസിറ്റീവ് വർക്കാണോ എന്നുള്ള കാര്യം. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. വർക്ക് ഡൺ ബൈ എ മാൻ ഇൻ ലിഫ്റ്റിംഗ് എ ബക്കറ്റ് ഔട്ട് ഓഫ് എ വെൽ, അല്ലേ? അതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് പോസിറ്റീവ് വർക്കാണ് നമുക്ക് എഴുതാം. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓൺ എ ബോഡി സ്ലൈഡിങ് ഡൗൺ ആൻഡ് ഇൻക്ലൈൻഡ് പ്ലെയിൻ, നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു, അത് നെഗറ്റീവ് ആണ്. വർക്ക് ഡൺ ബൈ ആൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ സർഫസ്, ഇത് പോസിറ്റീവ് വർക്കാണ്. വർക്ക് ഡൺ ബൈ ദ റെസിസ്റ്റീവ് ഫോഴ്സ് ഓൺ എയർ ഓൺ എ വൈബ്രേറ്റിംഗ് പെൻഡുലം, ആൻസർ നെഗറ്റീവ് ആണ്. വർക്ക് ഡൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡ്യൂറിങ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ സർഫസ്, ഇവിടെയും സീറോ വർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓൺ എ ബോഡി മൂവിങ് ഇൻ എ സർക്കുലാർ പാത്ത്? ഒരു സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് അത് സെൻട്രിപെറ്റൽ ഫോഴ്സ്, ടുവാർഡ്സ് ദി സെൻറ്റർ ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അപ്പോൾ ഇവിടെ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുന്നതായതുകൊണ്ട് നിങ്ങൾക്ക് ആ ക്ലാസ്സിലേക്ക് പോയി ഒന്ന് നോക്കിയാൽ ആ നോട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതിനിടയിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് വർക്കിൻ്റെ ഇക്വേഷൻ W=FD cos 90 എന്ന് എഴുതാം, അത് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഒരു സർക്കുലാർ പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ്, അതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. അപ്പോൾ അവിടെയുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. ഇതെപ്പോഴും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. 1 horse power, that is 1 HP is equal to dash watt. ഒരു HP ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ട് ആണ് ചോദ്യം. 746 വാട്ട്സ് ആണ് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ അത് പവറിൻ്റെ വിവിധ യൂണിറ്റുകളാണ് നമ്മൾ പഠിച്ചിരിക്കണം. ഒരു കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ് അടുത്തത് നമ്മളോട് ചോദിക്കുന്നത്. 1 kWh ഈസ് ഈക്വൽ ടു ഡാഷ് 3.6 × 10⁶ ജൂൾ ആണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. kWh ഈസ് എ യൂണിറ്റ് ഓഫ് ഡാഷ്, എനർജി ആണ്, കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി ആണ് ഇത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. എനർജിയുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. The energy possessed by a body by virtue of its motion is called dash. ഒരു വസ്തുവിന് അതിൻ്റെ മോഷൻ കൊണ്ട് അതിൽ ഉണ്ടാകുന്ന ആ എനർജിക്ക് പറയുന്ന പേരെന്താണ്? കൈനറ്റിക് എനർജി. അടുത്ത ക്വസ്റ്റ്യൻ. The energy stored by virtue of its position or configuration of a body is called dash.
പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്ക് ആൻസർ ആയിട്ട് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എ ലൈറ്റ് ബോഡി ആൻഡ് എ ഹെവി ബോഡി ഹാവ് സെയിം മൊമെന്റ. വിച്ച് വൺ ഹാസ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി? ഇത് എപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ഒരു ലൈറ്റർ ആയിട്ടുള്ള ഒരു ഹെവിയർ ആയിട്ടുള്ള ബോഡി, അതിന് മൊമെന്റം ഒരുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ഏത് ബോഡിക്കായിരിക്കും കൈനറ്റിക് എനർജി കൂടുതൽ? മൊമെന്റത്തിന്റെ ടേംസിലുള്ള ഇക്വേഷൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു p² / 2m എന്നാണ്. അപ്പോൾ മാസുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്? കൈനറ്റിക് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/m. അപ്പോൾ നമുക്കറിയാം 1/m അല്ലെ, മാസുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം ലൈറ്റർ ബോഡി വിൽ ഹാവ് മോർ കൈനറ്റിക് എനർജി. ലൈറ്റർ ബോഡിക്കായിരിക്കും കൈനറ്റിക് എനർജി വർദ്ധിക്കുന്നത്. ഞാൻ പ്രത്യേകം ഒന്ന് പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. പവർ ഈസ് എ സ്കെയിലാർ പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡാഷ്. പവർ എന്ന് പറയുന്നത് നമുക്ക് ഫോഴ്സിന്റെയും വെലോസിറ്റിയുടെയും സ്കെയിലാർ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫോഴ്സ് ആൻഡ് ഡാഷിന് സ്ഥാനത്ത് നമുക്ക് വെലോസിറ്റി എന്ന് പൂരിപ്പിക്കാം. പവർ P is equal to force into velocity. Next question. Write the characteristics of conservative forces. A conservative force can be derived from a scalar quantity. F is equal to minus dV/dx, where V is a scalar. The work done by a conservative force depends only upon initial and final positions of the body. The work done by a conservative force in cyclic process is 0. ഇത് കൺസർവേറ്റീവ് ഫോഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. Give 2 examples of conservative forces. Examples: gravitational force and spring force. Next question. Give 2 examples for non-conservative forces. Frictional force, air resistance are non-conservative forces. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ഈ ചാപ്റ്ററിൽ നിന്ന് എടുത്തു പറയാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അധിക മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി ഫോർ എ ഫ്രീലി ഫോളിംഗ് ബോഡി. ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ മെക്കാനിക്കൽ എനർജി അതെപ്പോഴും കോൺസ്റ്റന്റ് ആണ് എന്നുള്ള ആ ഒരു പ്രൂഫ് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ പിക്ചർ നമ്മൾ പഠിക്കണം. ഒരു ഒബ്ജക്റ്റ് ഫ്രീലി ഫോളിംഗ് ചെയ്യുകയാണ്. അതിൻ്റെ പാതയെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ എ എന്നും, അത് ഫ്രീലി ഫോളിംഗ് ആയിരിക്കുന്ന ആ ഒരു പാതയിൽ ഇടയിലുള്ള ഒരു പോയിന്റ് ബി എന്ന് സങ്കല്പിച്ചിരിക്കുന്നു. അത് ഗ്രൗണ്ടിലേക്ക് എത്തുന്ന ആ പോയിന്റ് ആണ് സി എന്ന് പറയുന്നത്. മുഴുവൻ ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ്. എ മുതൽ ബി വരെയുള്ള ആ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് x ആണ്. സ്വാഭാവികമായും ബി ടു സി എന്ന് പറയുന്നത് h - x ആണ്. ഇത് നമ്മൾ വരച്ച് കാണിച്ചിരിക്കണം. അപ്പോൾ നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. The total mechanical energy of a system is conserved if the forces doing work on it and are conservative. നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഇതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. കൺസിഡർ എ ബോഡി ഓഫ് മാസ് m ഫ്രീലി ഫോളിംഗ് ഫ്രം എ ഹൈറ്റ് h. നമുക്ക് ആ ഓരോ പോയിന്റും നമുക്കൊന്ന് നോക്കാം. ഇവിടെ എല്ലാ പോയിന്റിലെയും കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിച്ച് അത് ആഡ് ചെയ്ത് മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് മെക്കാനിക്കൽ എനർജി ഈ 3 പോയിന്റിലും സെയിം ആണോ എന്ന് നമ്മൾ നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് കൺസേർവ്ഡ് ആണെന്ന് തെളിയിക്കാം. ഓക്കെ, അറ്റ് ദ പോയിന്റ് എ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh എന്ന് നമുക്ക് എഴുതാം. കൈനറ്റിക് എനർജി അവിടെ 0 ആണ്. കാരണം എന്താണ്? v ഈക്വൽ ടു 0 ആണ് അല്ലെ, വെലോസിറ്റി 0 ആയതുകൊണ്ട് അവിടെ കൈനറ്റിക് എനർജി 0 ആണ്. ഇനി നമുക്ക് ടോട്ടൽ മെക്കാനിക്കൽ എനർജി, അതായത് പൊട്ടൻഷ്യൽ എനർജിയുടെ കൈനറ്റിക് എനർജിയുടെ സമ്മ് കണ്ടുപിടിക്കാം. t ഈസ് ഈക്വൽ ടു mgh പ്ലസ് 0, ദാറ്റ് ഈസ് t ഈസ് ഈക്വൽ ടു mgh. ഇക്വേഷൻ നമ്പർ 1. അറ്റ് പോയിന്റ് ബി പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mg ഇൻറ്റു h മൈനസ് x എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഇവിടുത്തെ കൈനറ്റിക് എനർജി ½mv² ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് വന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക്
കൃത്യമായിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് വരുത്തണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഒരെണ്ണമുണ്ട്. അതിലെ മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷനിൽ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അതിൽ നമുക്ക് വാല്യൂസ് ഒന്ന് കൊടുക്കാം. യു ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, എ ഈക്വൽ ടു ജി ആണ്, അതുപോലെ ഡിസ്പ്ലേസ്മെന്റ് എക്സ് ഇസ് ഈക്വൽ ടു എസ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പോൾ യു ഈക്വൽ ടു 0 ആയതുകൊണ്ട് വി സ്ക്വയർ ഈക്വൽ ടു 2gx എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിലെ ഹാഫ് എം വി സ്ക്വയറിന്റെ സ്ഥാനത്ത് നമുക്ക് 2gx എന്ന് എഴുതാം. അങ്ങനെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ mgx എന്ന് കിട്ടി. ഇനി നമുക്ക് ആദ്യം കണ്ടുപിടിച്ച പൊട്ടൻഷ്യൽ എനർജിയുടെയും ഇപ്പോൾ കണ്ട കൈനറ്റിക് എനർജിയുടെയും ഇക്വേഷൻസ് ഒന്ന് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് T ഈസ് ഈക്വൽ ടു mg ഇൻറ്റു h മൈനസ് എക്സ് പ്ലസ് mgx. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോകുന്ന രണ്ട് ടേമുകളുണ്ട്. അതിന് ശേഷമുള്ള ടോട്ടൽ എനർജിയുടെ ഇക്വേഷൻ നമുക്ക് ലഭിക്കുന്നത് mgh എന്ന് തന്നെയാണ്. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി പോയിന്റ് സി, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 0. അതായത് ഹൈറ്റ് 0 ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഇവിടെ 0 ആണ്. എന്നാൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇവിടെയും നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ ഒന്ന് പരിഗണിക്കാം. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. യു ഈക്വൽ ടു 0 ആണ് ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി, എ ഈക്വൽ ടു ജി, എസ് ഈക്വൽ ടു എച്ച്. അങ്ങനെ ഇക്വേഷനിൽ വി സ്ക്വയർ ഈക്വൽ ടു 2gh എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം അല്ലേ? ഹാഫ് എം ഇൻറ്റു 2gh ദാറ്റ് ഈസ് ഈക്വൽ ടു mgh. ഇനി ടോട്ടൽ എനർജി കണ്ടുപിടിക്കാം. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു 0 പ്ലസ് mgh ദാറ്റ് ഈസ് ഈക്വൽ ടു mgh. ഇക്വേഷൻ നമ്പർ 3 നോക്കൂ. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം 3ഉം, അതായത് ഒരു ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള ബോഡി, അതിൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് എ, അതിനിടയിലുള്ള ഒരു മിഡ് പോയിന്റ് ബി, ജേണി അവസാനിക്കുന്ന പോയിന്റ് സി. ഈ മൂന്ന് സ്ഥലത്തും ടോട്ടൽ മെക്കാനിക്കൽ എനർജി അത് ഒരേ വാല്യൂ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന mgh എന്ന് പറയുന്ന വാല്യൂ. അതുകൊണ്ട് തന്നെ അത് കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ കൺസേർവ്ഡ് ആണെന്ന് നമുക്ക് പറയാം. From equations 1, 2 and 3, it is clear that the total mechanical energy of a freely falling body is conserved during the free fall. നമുക്ക് എഴുതാവുന്നതാണ്, നമുക്ക് പ്രൂഫ് എഴുതാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നാം പഠിക്കേണ്ട ഒരു ഗ്രാഫ് കൂടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ടോട്ടൽ എനർജിയും ഒക്കെ ഇവിടെ നമ്മൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഈ ഗ്രാഫും കൂടി ഇതിനോടൊപ്പം പഠിക്കേണ്ടതാണ്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ആൻസറായി വരുന്ന രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് നേരത്തെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നമുക്ക് പരിഗണിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ എനർജി പോസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് മോഷൻ ഈസ് കോൾഡ് ഡാഷ്. ആൻസർ ഈസ് കൈനറ്റിക് എനർജി. ദ എനർജി പോസസ്ഡ് ബൈ എ ബോഡി ബൈ വെർച്യൂ ഓഫ് ഇറ്റ്സ് പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ ഓഫ് എ ബോഡി ഈസ് കോൾഡ് ഡാഷ്. ആൻസർ പൊട്ടൻഷ്യൽ എനർജി. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി അറ്റ് എ ഹൈറ്റ് h above the surface of earth possesses dash due to its position. Answer potential energy. അടുത്ത ക്വസ്റ്റ്യൻ, എ സ്ട്രെച്ച്ഡ് ഓർ കംപ്രസ്ഡ് സ്പ്രിംഗ് possesses dash due to its state of strain. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിംഗ്, അതിൽ എന്ത് എനർജിയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിൻ്റെ അവസ്ഥ കൊണ്ട്. ആൻസർ പൊട്ടൻഷ്യൽ എനർജി എന്ന് ആണ്. ഈ ചാപ്റ്ററിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് വർക്ക് എനർജി തിയറം. അതായത് കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് എന്ന് പറയുന്നത് വർക്കാണ്. ആ രീതിയിലുള്ള വർക്ക് എനർജി തിയറം, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, പ്രൂഫ് നാം പഠിച്ചിരിക്കേണ്ടതാണ്. The work energy theorem can be stated as the change in kinetic energy of a particle is equal to the work done on it by the net force. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. അതിന്റെ പ്രൂഫ് നമുക്ക് നോക്കാം. For uniformly accelerated motion, we have equation v square minus u square equal to 2as. Multiplying both sides by half m, we have half mv square minus half mu square equal to mas. That is equal to fs. That is kinetic energy final minus kinetic energy initial equal to work. That is change in kinetic energy is equal to work done. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, എപ്പോഴും നമുക്ക് മനസ്സിൽ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു തിയറം കൂടിയാണിത്. എല്ലാവരും കൃത്യമായി തന്നെ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹൂക്സ് ലോ ഫോർ എ സ്പ്രിംഗ്. Hooke's law states that for an ideal spring, the spring force F is proportional displacement x of the block from the equilibrium
position, or F is equal to minus K into X. The constant K is called the spring constant and its unit is Newton per meter. Next question. Derive the expression for potential energy of a spring. ഈ ക്വസ്റ്റ്യനും നമ്മളോട് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായി തന്നെ പഠിക്കുക. നമുക്കതിൻ്റെ ചിത്രമൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ ബ്ലോക്കിലേക്ക് ഒരു സ്പ്രിങ് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു എൻഡ് വോളിലേക്ക് വളരെ ഫിക്സ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ സ്പ്രിങ്ങിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി എത്രയാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. അവിടെ മീൻ പൊസിഷനൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ വുഡൻ ബ്ലോക്ക് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഡിസ്പ്ലേസ്മെന്റ് എക്സ് ആണ് എന്ന രീതിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഫോഴ്സ് എഫ് ആണ്. അപ്പോൾ നമുക്ക് ഹൂക്സ് ലോ ഓഫ് എ സ്പ്രിങ് അടിസ്ഥാനത്തിൽ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഫോഴ്സിന്റെ ഇക്വേഷൻ, സ്പ്രിങ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ദ വർക്ക് ഡൺ ബൈ ദ സ്പ്രിങ് ഫോഴ്സ് ഈസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു മെയിൻ പൊസിഷനിൽ നിന്ന് എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ 0 to x f dx എന്ന് എഴുതാവുന്നതാണ്. Then W is equal to minus integral 0 to x kx dx. Fന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ലഭിക്കും. W is equal to half kx square. അപ്പോൾ ഇവിടുത്തെ വർക്ക് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് this work is stored as potential energy of a spring. That is potential energy is equal to half kx square എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. നമുക്ക് കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടി ആണ്. ഡ്രോ ദ ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്. ഈ ഗ്രാഫും വളരെ കൃത്യമായി തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. ഒരു പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ് എന്ന് പറയുന്ന ക്വസ്റ്റ്യനോടൊപ്പം തന്നെ പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഗ്രാഫ് കൂടിയാണിത്. കൃത്യമായി തന്നെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ടോട്ടൽ എനർജിയുടെ ആ ഒരു ഗ്രാഫ് കൃത്യമായി തന്നെ നാം പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ. ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷൻ എന്താണ്? E ഈക്വൽ ടു എം സി സ്ക്വയർ. ഫിസിക്സിലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനുകളിലെ ഒരു ഇക്വേഷനാണ്. ഒരിക്കലും മറന്നു പോകാതെ നാം ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷനാണ്. മാസും എനർജിയും റിലേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഇക്വേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. E ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദി എക്സ്പ്രഷൻ ഫോർ instantaneous power in dot product form. P is equal to dW divided by dt. Then P is equal to F dot dr by dt. Since the work done dW is equal to F dot dr, or P is equal to F dot V. The instantaneous power is the dot product of force and velocity. Next question. Differentiate elastic and inelastic collisions. Give examples for each. The collisions in which both linear momentum and kinetic energy are conserved are called elastic collisions. Example: collision between subatomic particles. The collisions in which linear momentum is conserved but kinetic energy is not conserved are called inelastic collisions. Part of the initial kinetic energy is transformed into other form of energy such as heat, sound, etc. Example for inelastic collision: the collision between microscopic objects. Next question. For elastic collisions in one dimension, show that the relative velocity before collision is numerically equal to the relative velocity after collision. ഒരു കൊളീഷന് ശേഷവും കൊളീഷന് മുൻപും അതിൻ്റെ കൊളീഷൻ്റെ ഭാഗമായി വരുന്ന ചില കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് രണ്ട് ബോഡിയുടെ റിലേറ്റീവ് മോഷൻ തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ വെലോസിറ്റി എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബിഫോർ കൊളീഷൻ, ആഫ്റ്റർ കൊളീഷൻ, ഇവിടെ മാസ് M1 U1 A എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ, അതുപോലെ തന്നെ B എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ M2 U2. ആഫ്റ്റർ കൊളീഷനിലാവുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആണ് ആദ്യത്തെ ഒബ്ജക്റ്റിൻ്റെ, രണ്ടാമത്തെ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി V2. ഇത്രയും വെച്ചിട്ട് ബൈ ദ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം കൺസർവേഷൻ
വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയാവുന്നതാണ്. അതായത് ഇലാസ്റ്റിക് കൊളീഷൻ തന്നെയാണല്ലോ. അപ്പോൾ മൊമെന്റം എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആണ്. അപ്പോൾ ഇനീഷ്യൽ മൊമെന്റവും ഫൈനൽ മൊമെന്റവും എപ്പോഴും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് m1u1 പ്ലസ് m2u2 ഇസ് ഈക്വൽ ടു m1v1 പ്ലസ് m2v2 എന്ന് എഴുതാവുന്നതാണ്. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 ആയി സൂചിപ്പിക്കുന്നു. ഇതിനു ശേഷം നമുക്ക് മാസ് m1ന്റെ മാത്രം ലെഫ്റ്റ് സൈഡിലും m2 മാസ് വരുന്ന റൈറ്റ് സൈഡിലുമായി നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ m1u1 മൈനസ് m1v1 ഇസ് ഈക്വൽ ടു m2v2 മൈനസ് m2u2 എന്ന് എഴുതാം. അതിനുശേഷം m1ഉം m2ഉം കോമൺ ആയിട്ട് ഇരുവശങ്ങളിലും എടുക്കാം. m1 ഇൻറ്റു v1 മൈനസ് u1 മൈനസ് v1 ഈക്വൽ ടു m2 ഇൻറ്റു v2 മൈനസ് u2. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ദ കൺസർവേഷൻ ഓഫ് കൈനറ്റിക് എനർജി, നമുക്കറിയാം ഇലാസ്റ്റിക് കൊളീഷൻ ആണ്, കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആണ്. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകളുടെ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയുടെ സമ്മും ഫൈനൽ കൈനറ്റിക് എനർജിയുടെ സമ്മും ഈക്വൽ ആണ് എന്ന രീതിയിൽ എഴുതാം. അതിങ്ങനെ എഴുതാം: ഹാഫ് m1u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2u2 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് m1v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2v2 സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 3. ഇനി മാസ് m1 വരുന്ന പാർട്ടിക്കിളിന്റെ മാത്രമായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലും m2 വരുന്ന റൈറ്റ് സൈഡിലുമായി എഴുതാം. അപ്പോൾ ഹാഫ് m1u1 സ്ക്വയർ മൈനസ് ഹാഫ് m1v1 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് m2v2 സ്ക്വയർ മൈനസ് ഹാഫ് m2u2 സ്ക്വയർ എന്ന് എഴുതാം. ഇനി കോമൺ ആയിട്ട് വരുന്നത് ഇരുവശങ്ങളിലും എടുക്കാം. ഹാഫ് m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ. m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഈക്വൽ ടു m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ എന്ന് നമുക്ക് ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാവുന്നതാണ്. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 4. ദെൻ ഇക്വേഷൻ നമ്പർ 4 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2. കൈനറ്റിക് എനർജിയുടെ ഫൈനൽ ഇക്വേഷനും മൊമെന്റത്തിന്റെ ഫൈനൽ ഇക്വേഷനും അല്ലേ. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ m1 ഇൻറ്റു u1 സ്ക്വയർ മൈനസ് v1 സ്ക്വയർ ഡിവൈഡഡ് ബൈ m1 ഇൻറ്റു u1 മൈനസ് v1 ദാറ്റ് ഇസ് ഈക്വൽ ടു m2 ഇൻറ്റു v2 സ്ക്വയർ മൈനസ് u2 സ്ക്വയർ ഡിവൈഡഡ് ബൈ m2 ഇൻറ്റു v2 മൈനസ് u2 എന്ന് ലഭിക്കുന്നതാണ്. അവിടെ LCM ഒക്കെ എടുത്ത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് നമുക്ക് ഇങ്ങനെ ലഭിക്കുന്നതാണ്: u1 plus v1 equal to v2 plus u2 or u1 minus u2 equal to minus of v1 minus v2. ഇതാണ് ഇക്വേഷൻ നമ്പർ 6. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം the relative velocity before collision is numerically equal to the relative velocity after collision എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ, for elastic collision of a moving body of mass m1 with a stationary mass m2, write the expression for momentum conservation and kinetic energy conservation. ഈ പിക്ചർ ക്ലിയർ ആയി തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇക്വേഷൻ ഫോർ കൺസർവേഷൻ ഓഫ് മൊമെന്റം ഇൻ എക്സ് ഡയറക്ഷൻ m1u1 ഈക്വൽ ടു m1v1 cos θ1 പ്ലസ് m2v2 cos θ2 എന്ന രീതിയിൽ നമുക്ക് എഴുതാം. ഇക്വേഷൻ ഫോർ കൺസർവേഷൻ ഓഫ് മൊമെന്റം ഇൻ y ഡയറക്ഷൻ, that is 0 is equal to m1v1 sin θ1 minus m2v2 sin θ2. ഇത് 2 ഡയമെൻഷണൽ ആയിട്ട് നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ x ആക്സിസും y ആക്സിസും നമ്മൾ റിസോൾവ് ചെയ്തിട്ടാണ് ഇവിടെ എഴുതുന്നത്. ഇക്വേഷൻ ഫോർ കൈനറ്റിക് എനർജി: ഹാഫ് m1u1 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് m1v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2v2 സ്ക്വയർ എന്ന രീതിയിൽ നമുക്ക് എഴുതാവുന്നതാണ്. ഓവറോൾ ഈ ചാപ്റ്റർ ഒന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തവണ ഏറ്റവും മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ മെക്കാനിക്കൽ എനർജി കോൺസ്റ്റന്റ് ആണ്. ആ ഗ്രാഫ് അടക്കമുള്ള അത് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിംഗ് അത് പലതവണയായി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊളീഷന്റെ ക്വസ്റ്റ്യൻസും പോരാതെ നമുക്ക് 1 മാർക്കിന്റെ കുറെ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം വർക്കും എനർജിയും പവറുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഈ ചാപ്റ്റർ നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും ചാപ്റ്റർ നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതാൻ സാധിക്കട്ടെ. അടുത്ത ചാപ്റ്ററിന്റെ റിവിഷൻ വീഡിയോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാവുന്നതാണ്. ഫിസിക്സ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭ്യമാകുവാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്ററിന്റെ റിവിഷൻ വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ നമസ്കാരം.